നമ്മൾക്ക് സുരക്ഷിതത്വം വേണം. തെരുവുകളിൽ ഭയമില്ലാതെ നടക്കണം. തെക്കുപടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യമായ അയർലൻഡിൽ താമസിക്കുന്ന ഇന്ത്യൻ വംശജനായ ടെക്കി തന്റെ ലിങ്ക്ഡിൻ അക്കൗണ്ടിൽ പങ്കുവച്ച പോസ്റ്റിലെ വാചകങ്ങളാണിത്. താൻ നേരിട്ട ക്രൂരമായ ആക്രമണത്തിന്റെ നടുക്കുന്ന വിവരങ്ങൾ പങ്കുവച്ച ശേഷമായിരുന്നു അധികൃതരോടുള്ള യുവാവിന്റെ ഈ അഭ്യർത്ഥന. ഇദ്ദേഹം മാത്രമല്ല, അയർലൻഡിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരനായ നേഴ്സു പറയുന്നു, തനിക്ക് ഷിഫ്റ്റ് കഴിഞ്ഞ് വീട്ടിലേക്ക് നടക്കാൻ പോലും പേടിയാണ്. എന്താണ് അയർലൻഡിൽ സംഭവിക്കുന്നത്? ജീവിതം കരുപ്പിടിപ്പിക്കാൻ പോയ ഇന്ത്യക്കാർക്ക് ഇപ്പോൾ ജീവിക്കാനാകാത്ത സാഹചര്യമോ? വിശദമായി നോക്കാം. അയർലൻഡിൽ, പ്രത്യേകിച്ച് ഡബ്ലിനിൽ അടുത്ത കാലത്തായി ഇന്ത്യൻ വംശജർക്കെതിരെ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ ആശങ്കയ്ക്കും നയതന്ത്ര ഇടപെടലുകൾക്കും കാരണമായിട്ടുണ്ട്. ആക്രമണങ്ങൾ, കൊള്ള, ഭീഷണിപ്പെടുത്തൽ എന്നിവ ഇന്ത്യൻ പൗരന്മാർ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും സുരക്ഷ, സാമൂഹ്യ ഐക്യം, വർണ്ണ വിവേചനത്തോടുള്ള അയർലൻഡിന്റെ നിലപാട് എന്നിവയെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നു. അയർലൻഡിൽ ജോലി ചെയ്യുന്നവരും പഠിക്കുന്നവരുമാണ് കൂടുതലായി ആക്രമിക്കപ്പെടുന്നത്. ഡബ്ലിന്റെ പ്രാന്തപ്രദേശമായ ടെല്ലാക്റ്റിൽ 40 വയസ്സുള്ള ഇന്ത്യക്കാരനായ ആമസോൺ ജീവനക്കാരനെ ഒരു കൂട്ടം കൗമാരക്കാർ ക്രൂരമായി ആക്രമിച്ചു. മുഖത്ത് കുത്തി പരിക്കേൽപ്പിക്കുകയും ഭാഗികമായി വസ്ത്രങ്ങൾ അഴിക്കുകയും ചെയ്തു. പ്രദേശവാസിയായ ഒരു സ്ത്രീയുടെ സമയോചിതമായ ഇടപെടലിൽ യുവാവ് രക്ഷപ്പെട്ടു. ഇന്ത്യൻ വംശജനായ ഡേറ്റ സയന്റിസ്റ്റ് ഡോക്ടർ സന്തോഷ് യാദവിന് ഡബ്ലിനിലെ അപ്പാർട്ട്മെന്റിന് സമീപം വെച്ചായിരുന്നു ആക്രമണം നേരിട്ടത്. 6 കൗമാരക്കാർ ചേർന്ന് നടത്തിയ ആക്രമണത്തിൽ 32കാരനായ ഇയാളുടെ താടിയെല്ലിന് പൊട്ടലുണ്ടായി. അത്താഴം കഴിഞ്ഞ് അപ്പാർട്ട്മെന്റിന് സമീപം നടക്കുമ്പോഴായിരുന്നു ആക്രമണമെന്ന് സന്തോഷ് യാദവ് ലിങ്ക്ഡിനിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു. അവർ കണ്ണട പിടിച്ചു വാങ്ങി ഒടിച്ചു, തലയ്ക്കും മുഖത്തും നെഞ്ചിനും അടിച്ച് പരിക്കേൽപ്പിച്ചു. പോലീസിനെ വിളിച്ചതോടെ ആംബുലൻസിൽ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇന്ത്യക്കാർക്കെതിരായ ആക്രമണം വർദ്ധിക്കുന്നതായി അയർലൻഡിലെ ഇന്ത്യക്കാർ പറയുന്നു. ഇക്കാര്യം സ്ഥിരീകരിച്ച ഡബ്ലിനിലെ ഇന്ത്യൻ എംബസി ഇന്ത്യക്കാർ സ്വയം രക്ഷയ്ക്കുള്ള മുൻകരുതലുകൾ എടുക്കണമെന്നും വിജനമായ പ്രദേശങ്ങളിലൂടെയുള്ള യാത്ര ഒഴിവാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. വിഷയത്തിൽ അയർലൻഡിലെ അധികാരികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും എംബസി അറിയിക്കുന്നു. വംശീയപരമായി അധിക്ഷേപിച്ചാണ് ആക്രമണം നടത്തുന്നതാണ് ആക്രമണത്തിന് ഇരയായവർ വ്യക്തമാക്കുന്നത്. അക്രമികൾ കൗമാരക്കാരായ ഗുണ്ടകളാണെന്ന് ഇരകളും നാട്ടുകാരും പറയുന്നു. ഇവർ രാത്രി വൈകിയും ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലും കറങ്ങി നടക്കുന്നുവെന്നും അവർ വ്യക്തമാക്കുന്നു. നിങ്ങളുടെ രാജ്യത്തേക്ക് മടങ്ങുക എന്ന് ആക്രോശിച്ചാണ് ആക്രമണം നടത്തുന്നതെന്നാണ് ഇരകളുടെ ഭാഷ്യം. അയർലൻഡിലേക്ക് കുടിയേറുന്നവർ തങ്ങളുടെ രാജ്യത്തെ തൊഴിലിനും പൊതുസേവനങ്ങൾക്കും ഭീഷണിയാടുന്ന തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നതാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾക്ക് കാരണമെന്നാണ് റിപ്പോർട്ട്. ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ പല ഇന്ത്യക്കാരും ഭയത്തോടെയാണ് ജീവിക്കുന്നത്. അയർലൻഡിലെ ഒരു ഇന്ത്യക്കാരനായ നേഴ്സ് സമൂഹ മാധ്യമമായ റെഡിറ്റിൽ പങ്കുവച്ച പോസ്റ്റ് അതിന് ഉദാഹരണമാണ്. തങ്ങൾ അയർലൻഡിൽ എത്തിയത് ജീവൻ രക്ഷിക്കാനാണെന്നും പക്ഷേ ഇപ്പോൾ ഷിഫ്റ്റ് കഴിഞ്ഞ് വീട്ടിലേക്ക് നടക്കാൻ പോലും പേടിയാണെന്നും പോസ്റ്റിൽ പറയുന്നു. വംശീയ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ നിരവധി ഇന്ത്യൻ പ്രൊഫഷണൽസുകൾ അയർലൻഡ് വിട്ടുപോകാൻ തയ്യാറെടുക്കുകയാണെന്നും പോസ്റ്റിലുണ്ട്. ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ അയർലൻഡിൽ താമസിക്കുന്ന വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവർ പ്രതിഷേധ പ്രകടനവുമായി രംഗത്ത് എത്തിയിട്ടുണ്ട്. ഡബ്ലിൻ സിറ്റി ഹാളിൽ നിന്ന് നാഷണൽ ഗാലറിയിലേക്ക് നടത്തിയ പ്രകടനത്തിൽ 800-ലധികം പേർ പങ്കെടുത്തു. ഇന്ത്യക്കാർ, പാകിസ്ഥാനികൾ, ബംഗ്ലാദേശികൾ എന്നിവർക്ക് പുറമെ ഐറിഷ് പൗരന്മാരും പ്രതിഷേധത്തിന്റെ ഭാഗമായി. സേ നോ ടു റേസിസം, അയർലൻഡ് ഈസ് ഹോം എന്ന പ്ലക്കാർഡ് ഏന്തിയാണ് അവർ പ്രതിഷേധത്തിന് ഇറങ്ങിയത്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.